ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 17-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. INCL ലോഞ്ചസ് CHARAK ചരക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് എ റെസ്പോൺസീവ് ആക്ഷൻ ഫോർ കൊയിലാഞ്ചൽ എന്ന് പറയുന്ന ഇത് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിൻഗ്രൗളിയിലാണ് അത് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. അണ്ടർ ദ ഗൈഡൻസ് ഓഫ് മിനിസ്ട്രി ഓഫ് കോൾ, സിൻഗ്രൗളി ബേസ്ഡ് കോൾ ഇന്ത്യ ആം നോർത്തേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡ് ഹാസ് റോൾഡ് ഔട്ട് ചരക് കമ്മ്യൂണിറ്റി ഹെൽത്ത് എ റെസ്പോൺസ് ആക്ഷൻ ഫോർ കൊയിലാഞ്ചൽ ആൻഡ് ഇന്നോവേറ്റീവ് ഹെൽത്ത് സെൻട്രിക് CSR ഇനീഷ്യേറ്റീവ്. അതാണത്. CSR ഇനീഷ്യേറ്റീവ് ആണ്. ഹെൽത്ത് സെൻട്രിക് CSR ഇനീഷ്യേറ്റീവ് ആണ്. This project is aimed at providing free treatment for patients suffering from identified life-threatening diseases belonging to economically weaker sections of Singrauli region. അപ്പോൾ സിംഗ്രൗളി റീജിയനിലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് എയിം ചെയ്യുന്നത്. ഇതിൻ്റെ എയിം അതാണ്. അപ്പോൾ അണ്ടർ CHARAK, NCL will provide free treatment of identified life-threatening diseases at its dedicated hospital or at specialized empaneled hospitals across the country. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അത് ആ ആനുകൂല്യമുള്ള ഹോസ്പിറ്റലുകളിൽ ഈ ട്രീറ്റ്മെൻറ്റ് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്കീം പ്രകാരം. പിന്നെ റെസിഡൻസ് ഓഫ് സിംഗ്രൗളി ആൻഡ് സോൻഭദ്ര ഡിസ്ട്രിക്ട്സ് ഹാവിംഗ് ആനുവൽ ഫാമിലി ഇൻകം ബിലോ 8 lakh rupees ഫ്രം ഓൾ സോഴ്സസ് വിൽ ബി എലിജിബിൾ ഫോർ ദ ബെനിഫിറ്റ് അണ്ടർ ദിസ് സ്കീം. അപ്പോൾ ടോട്ടലായിട്ട് ഇൻകം ബിലോ 8 lakh rupees ഉണ്ടെങ്കിൽ അതിൽ അങ്ങനെ ആകപ്പെടുന്ന സിംഗ്രൗളി റീജിയനിലെ സിംഗ്രൗളി ആൻഡ് സോൻഭദ്ര ഡിസ്ട്രിക്റ്റിലെ എല്ലാവർക്കും ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ്. പിന്നെ അണ്ടർ ദി സ്കീം മാലിഗ്നൻസി, TB, ട്യൂബർക്കുലോസിസ് ആൻഡ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്, പിന്നെ HIV ആൻഡ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്, പിന്നെ കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ബേൺസ് ഇൻ കോൺട്രാക്ചേഴ്സ് ലീഡിങ് ടു പെർമനൻറ്റ് ഡിസബിലിറ്റി, ലിവർ ഡിസോർഡേഴ്സ്, സഡൻ വിഷൻ ലോസ് എക്സെട്ര. ഈ പറയുന്ന അസുഖങ്ങളൊക്കെ അതിൽ കവർ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ആസ് എ റെസ്പോൺസിബിൾ കോർപ്പറേറ്റ്, NCL is committed to provide improving the socio-economic profile of Singrauli region through its different CSR interventions. Notably, NCL touched the lives of around 10 lakh people and spent more than 1,000 crore rupees, 1,000 crores on various CSR initiatives in the previous 10 years. അപ്പോൾ എന്തായാലും സിംഗ്രൗളി ആൻഡ് സോൻഭദ്ര റീജിയനിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ചരക്. INCL ലോഞ്ച് ചെയ്ത സ്കീമാണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. SMAT ഫൈനൽ, ജസ്റ്റ് എ മിനിറ്റ്. SMAT ഫൈനൽ 2024 മുംബൈ വിൻസ് സെക്കൻഡ് സയ്യിദ് മുസ്താഖ് അലി ട്രോഫി. അപ്പോൾ SMAT ഫൈനൽ അതിൽ മുംബൈ ആണ് സെക്കൻഡ് സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ജയിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. ക്രിക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ്. അപ്പോൾ മുംബൈ ഡിഫീറ്റഡ് മധ്യപ്രദേശ് ബൈ 5 wickets ഇൻ ദ ഫൈനൽ ടു വിൻ ഇറ്റ്സ് സെക്കൻഡ് സയ്യിദ് മുസ്താഖ് അലി ട്രോഫി. മുംബൈ ഈസ് നൗ ദ 4th ടീം ടു ഗെറ്റ് ഹാൻഡ്സ് ഓൺ ദ SMAT ടൈറ്റിൽ 2 times. തമിഴ്നാടു ഹാസ് വൺ ദ ടൂർണമെൻറ്റ് ത്രൈസ്. അപ്പോൾ തമിഴ്നാടു 3 തവണ ജയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് വാസ് മുംബൈ സെക്കൻഡ് ഫൈനൽ ഇൻ SMAT ആൻഡ് ഇറ്റ് ഹാസ് വൺ ബോത്ത് ദ ഗെയിംസ്. പിന്നെ പറയുന്നത് മുംബൈ ഈസ് നൗ ദ 4th ടീം ടു ഗെറ്റ് ഹാൻഡ്സ് ഓൺ ദ SMAT ടൈറ്റിൽ 2 times. തമിഴ്നാടു ഹാസ് വൺ ദ ടൂർണമെൻറ്റ് ത്രൈസ്. പിന്നെ ദിസ് വാസ് മുംബൈ സെക്കൻഡ് ഫൈനൽ ഇൻ SMAT ആൻഡ് ഇറ്റ് ഹാസ് വൺ ബോത്ത് ദ ഗെയിംസ്. മധ്യപ്രദേശ് ലോസ്റ്റ് ഇറ്റ്സ് സെക്കൻഡ് ഫൈനൽ ആഫ്റ്റർ റീച്ചിങ് ദ ഡിസൈഡർ ആഫ്റ്റർ 14 years. ടീംസ് ടു വിൻ ദ സയ്യിദ് മുസ്താഖ് അലി ട്രോഫി മോർ ദാൻ വൺസ്. ഏതൊക്കെ ടീമാണ് ജയിച്ചിട്ടുള്ളത്? ഒന്നിലധികം തവണ ജയിച്ചിട്ടുള്ളത്. അതായത് 2 അതിൽ കൂടുതലോ, ഒന്നിലധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ തമിഴ്നാടു ജയിച്ചിട്ടുള്ളത് 3 times ആണ്. 2006-07, അതേപോലെ 2021, പിന്നെ 21-22 തമിഴ്നാടു ജയിച്ചു. മുംബൈ ജയിച്ചത് 22-23, അതേപോലെ 24-25 ആണ് ജയിച്ചത്. പിന്നെ ബറോഡ ജയിച്ചത് 2011-12 നടന്ന ഇത് ജയിച്ചു. പിന്നെ 2013-14 ജയിച്ചു. പിന്നെ കൊൽക്കത്ത ജയിച്ചത് 2012-13, 14-15. പിന്നെ കർണാടക ജയിച്ചത് 2018-19, 19-20.
അപ്പോൾ അങ്ങനെ ഈ 5 ടീമാണ് മോർ ദാൻ 2 ടൈംസ് ജയിച്ചിട്ടുള്ള, ഒന്നിലധികം തവണ ജയിച്ചിട്ടുള്ള ടീംസാണ് ഈ തമിഴ്നാട്, മുംബൈ, ബറോഡ, ഗുജറാത്ത്, കർണാടക. അതിൽ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചത് 3 തവണ ജയിച്ച തമിഴ്നാടുമാണ്. 2006-07 2021 21-22. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ബ്രിട്ടൻ ജോയിൻസ് ഇൻഡോ പസഫിക് ട്രേഡ് ബ്ലോക്ക് ആസ് ഫസ്റ്റ് യൂറോപ്യൻ മെമ്പർ. അപ്പോൾ ബ്രിട്ടൻ ഒഫീഷ്യലി ജോയിൻ ചെയ്തിരിക്കുകയാണ്, ഇൻഡോ പസഫിക് ട്രേഡ് ബ്ലോക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്, ഫസ്റ്റ് യൂറോപ്യൻ മെമ്പർ ആയിരിക്കുകയാണ് അങ്ങനെ ബ്രിട്ടൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. Britain officially became the 12th member of a Trans-Pacific Trade Pact, which includes Japan, Australia, Canada, as it seeks to deepen ties in the region and build its global trade links after leaving the European Union. അപ്പോൾ ബ്രിട്ടൻ ഇപ്പോൾ ഇൻഡോ പസഫിക് ട്രേഡ് ബ്ലോക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ അത് ട്രാൻസ് പസഫിക് ട്രേഡ് പാക്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ജപ്പാൻ, ഓസ്ട്രേലിയ, കാനഡയാണ് ഉള്ളത്. Britain announced last year it would join comprehensive and progressive agreement for a trans-Pacific partnership in its biggest trade deal since Brexit. The accession means Britain will be able to apply CPTPP trade rules and lower tariffs with 8 of the 11 existing members from Sunday: Brunei, Chile, Japan, Malaysia, New Zealand, Peru, Singapore and Vietnam. The agreement enters into force with Australia on December 24 and will apply with the final 2 members, Canada and Mexico, 60 days after they ratify it. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗൂഗിൾ അപ്പോയിൻറ്റ്സ് പ്രീതി ലൊബാന ആസ് ദ ന്യൂ ഇന്ത്യ കൺട്രി മാനേജർ. അപ്പോൾ ഗൂഗിള് പ്രീതി ലൊബാനെ ഇന്ത്യ കൺട്രി മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. ഇതിൻ്റെ ഈ ഒരു ന്യൂസിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഗൂഗിൾ ഹാസ് അപ്പോയിൻറ്റഡ് പ്രീതി ലൊബാന ആസ് എ ന്യൂ കൺട്രി മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റ് ഫോർ ഇന്ത്യ ഓപ്പറേഷൻസ്. ലൊബാന, ദ വൈസ് പ്രസിഡന്റ് ഓഫ് കസ്റ്റമർ സെൻട്രിക് സൊല്യൂഷൻസ് അൺടിൽ റീസെൻ്റ്ലി, ജോയിൻഡ് ഗൂഗിൾ 9 years ago. അപ്പോൾ നിങ്ങൾക്കിത് വായിക്കാം. 9 years ago ആണ് ജോയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ICMR സെറ്റ്സ് അപ്പ് ഇന്ത്യാസ് ഫസ്റ്റ് ഡയബറ്റിസ് ബയോബാങ്ക് ഇൻ ചെന്നൈ ഫോർ റിസർച്ച്. അപ്പോൾ ICMR ഇന്ത്യയുടെ ഫസ്റ്റ് ഡയബറ്റിസ് ബയോബാങ്ക് ചെന്നൈയിൽ എന്താ പറയുക അതിൻ്റെ റിസർച്ചിന്. സോ ICMR സെറ്റ്സ് അപ്പ് ഇന്ത്യാസ് ഫസ്റ്റ് ഡയബറ്റിസ് ബയോബാങ്ക് ആൻഡ് ചെന്നൈ ഫോർ റിസർച്ചിന് വേണ്ടിയിട്ട് ചെന്നൈയിൽ തുടങ്ങിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. The country's first diabetes biobank, a repository of population-based biological samples aimed at supporting scientific research, has been established in Chennai by the Indian Council of Medical Research in collaboration with the Madras Diabetes Research Foundation. The biobank, set up at MDRF, Chennai, aims to gather, process, store and distribute biospecimens to assist scientific studies with the permission of ICMR. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. തബല ലെജൻഡ് സക്കീർ ഹുസൈൻ ആൻഡ് പത്മവിഭൂഷൺ ആൻഡ് 4-time ഗ്രാമി വിന്നർ ഡൈസ് അറ്റ് 73. അപ്പോൾ തബല ലെജൻഡായ സക്കീർ ഹുസൈൻ, പത്മവിഭൂഷൺ ആൻഡ് 4-time ഗ്രാമി അവാർഡ് വിന്നറായ ഈ സക്കീർ ഹുസൈൻ അന്തരിച്ചു എന്നാണ് ന്യൂസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. HPCL സൈൻസ് എഗ്രിമെൻറ്റ് വിത്ത് NLDS ഫോർ ഇൻറ്റഗ്രേഷൻ ഓഫ് API വിത്ത് യൂണിഫൈഡ് ലോജിസ്റ്റിക്സ് ഇൻ്റർഫേസ് പ്ലാറ്റ്ഫോം ULIP. സോ HPCL സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു എഗ്രിമെൻറ്റ് NLDS ആയിട്ട്. NLDS എന്ന് വെച്ച് കഴിഞ്ഞാൽ NICDC ലോജിസ്റ്റിക്സ് ഡാറ്റ സർവീസസ് ലിമിറ്റഡ്. അപ്പോൾ ഫോർ ഇൻറ്റഗ്രേഷൻ ഓഫ് APIയുടെ ഇൻറ്റഗ്രേഷന് വേണ്ടിയിട്ട് യൂണിഫൈഡ് ലോജിസ്റ്റിക്സ് ഇൻ്റർഫേസ് പ്രോഗ്രാം ആയിട്ടുള്ള ഇൻറ്റഗ്രേഷന് വേണ്ടിയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. HPCL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഹാസ് സൈൻഡ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് NICDC ലോജിസ്റ്റിക്സ് ഡാറ്റ സർവീസസ് ലിമിറ്റഡ്, അതായത് NLDS, ടു ഇൻറ്റഗ്രേറ്റ് ഇറ്റ്സ് APIs വിത്ത് യൂണിഫൈഡ് ലോജിസ്റ്റിക്സ് ഇൻ്റർഫേസ് പ്ലാറ്റ്ഫോം. This partnership is a significant step towards enhancing transparency, operational efficiency and innovation in India's logistics sector
അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സി ഡോട്ട് ആൻഡ് ട്രോയ്സ് ഇൻഫോടെക് സൈൻ എഗ്രിമെൻറ്റ് ടു ഡെവലപ്പ് ഫേസ് റെക്കഗ്നിഷൻ യൂസിങ് ഡ്രോൺ അണ്ടർ TTDF സ്കീം. അപ്പോൾ സി ഡോട്ടും ട്രോയ്സ് ഇൻഫോടെക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് റെക്കഗ്നിഷൻ, ഡ്രോൺ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് റെക്കഗ്നിഷൻ ലോഞ്ച് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് TTDFൻ്റെ അണ്ടറിൽ, സ്കീമിൻ്റെ അണ്ടറിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് വായിക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ സി ഡോട്ടിൻ്റെ CEO ആണ് രാജ്കുമാർ ഉപാധ്യായ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ന്യൂസ്, ശ്രീലങ്ക ഇന്ത്യ എക്സസൈസ് 24 സ്ലിനക്സ് 24. അപ്പോൾ അത് കണ്ടക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വായിക്കാം. ദ ബൈലാറ്ററൽ നേവൽ എക്സസൈസ് ലിനക്സ് 2024 ശ്രീലങ്ക ഇന്ത്യ എക്സസൈസ് വിൽ ബി കണ്ടക്റ്റഡ് ഫ്രം 17th to 20th December 2024 at Visakhapatnam under the aegis of Eastern Naval Command. The exercise will be held in two phases, the harbour phase from 17th to 18th December and sea phase from 19th to 20th December. അപ്പോൾ അങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. MABFSI ആൻഡ് ആക്സിസ് ബാങ്ക് ലോഞ്ചസ് വുമൺ എക്സ്ക്ലൂസീവ് യങ് ബാങ്കേഴ്സ് കൊഹോർട്ട് ടു ഡ്രൈവ് ജെൻഡർ ഇൻക്ലൂഷൻ ഇൻ ബാങ്കിങ്. അപ്പോൾ ജെൻഡർ ഇൻക്ലൂഷൻ ഇൻ ബാങ്കിങ്, അതിന് വേണ്ടിയിട്ട് MABFSI, അതായത് മണിപ്പാൽ അക്കാഡമി ഓഫ് BFSI ആൻഡ് ആക്സിസ് ബാങ്കും കൂടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വുമൺ എക്സ്ക്ലൂസീവ് യങ് ബാങ്കേഴ്സ് കൊഹോർട്ട് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Newgen unveils AI-enabled captive finance solution to revolutionize lending and leasing operations. അപ്പോൾ ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അവർ അൺവെയിൽ ചെയ്തിരിക്കുകയാണ് AI-enabled captive finance solution to revolutionize lending and leasing operations. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയുള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.